പ്രിയപ്പെട്ടവരെ നമസ്കാരമുണ്ട്. ഞാൻ ദേവരാജമ്പലയിലാണ്. വയനാട്ടിൽ സുൽത്താൻ ബത്തേരി ഭാഗത്ത് നല്ല ഭംഗിയുള്ള ഒരു 2 ഏക്കർ ഭൂമിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മൾ ബാംഗ്ലൂർ, ഗുണ്ടൽപേട്ട, മൈസൂർ, സുൽത്താൻ ബത്തേരി, മീനങ്ങാടി, കൽപ്പറ്റ, വൈത്തിരി അങ്ങനെ കോഴിക്കോടേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ബാംഗ്ലൂർ കോഴിക്കോട് ദേശീയപാത, ആ പാതയ്ക്ക് അരികത്തായിട്ട് ഒരു 2 ഏക്കർ ഭൂമിയാണ് ഈ കാണുന്നത്. നമ്മൾ സാധാരണ ഒരു തറവാടിൻ്റെയൊക്കെ ഏരിയയിൽ ഉണ്ടാകുന്ന ഒരു പഴയ തറവാടുകളുടെ ഏരിയയിലൊക്കെ ഉണ്ടാകുന്ന പോലെ ചക്കയും മാങ്ങയും പ്ലാവും തേങ്ങയും അങ്ങനെ എല്ലാ സാധനങ്ങളും നിറഞ്ഞു കിടക്കുന്ന ഒരു നാട്ടിൻപുറത്തെ തോട്ടം പോലെയൊക്കെ ഉള്ളതാണ്. പക്ഷേ മെയിൻ്റനൻസ് ലേശം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നല്ലൊരു തോട്ടാക്കി മാറ്റാം. കാപ്പി, കുരുമുളക്, തെങ്ങ്, കവുങ്ങ്, വാഴ അങ്ങനെയൊക്കെയാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. നല്ലൊരു നാച്ചുറൽ ലാൻഡ്സ്കേപ്പ്, ഒരു സ്റ്റേഡിയം ഗാലറി ലാൻഡ്സ്കേപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ താഴോട്ട് ചെറിയൊരു ചെരുവായിട്ട് വയലിലേക്ക് കിടക്കുന്ന നല്ല സൂപ്പർ ഒരു ലാൻഡ്, ഒരു 2 ഏക്കർ ലാൻഡ്. അപ്പോൾ എല്ലാ നിർമ്മാണത്തിനും ഓക്കെയാണ്. യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഒരു നിബന്ധനകളൊന്നുമില്ല. നിർമ്മാണത്തിനൊന്നും പെർമിഷന് യാതൊരു വിഷയമില്ലാത്ത പെർഫെക്റ്റ്. നമ്മൾ കണ്ടില്ല ചക്കയൊക്കെ ധാരാളം കായ്ച്ചു കിടക്കുന്നുണ്ട്. ചക്ക മാങ്ങയൊക്കെ മാവൊക്കെ നിറച്ച് പൂത്ത് കിടക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. നല്ല പല വെറൈറ്റിയുള്ള നല്ല പല പച്ച, ഇത്ര വെറൈറ്റി പച്ച ഉണ്ടോ എന്നുള്ള ഓരോ മരത്തിനും ഓരോ തരം പച്ച ഇലകളാണ്. നല്ല കണ്ണുകൾക്ക് നല്ല ദൃശ്യ വിരുന്ന് തന്നെയാണ് ഈ ഒരു തോട്ടം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മൾ കണ്ടില്ല ഓരോ പല രീതിയിലുള്ള മരങ്ങളുണ്ട്. അപ്പോൾ നല്ലൊരു തോട്ടം. അപ്പോൾ നമുക്കിവിടെ ഒരു വില്ല പ്രൊജക്റ്റിന് പെർഫെക്റ്റാണ്, ഹോം സ്റ്റേക്ക് പെർഫെക്റ്റാണ്, റിസോർട്ടിന് പെർഫെക്റ്റാണ്. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും നമുക്കൊരു വീട് വെക്കാനൊക്കെ ആണെങ്കിൽ ഒന്നും പറയാനില്ല, 100% ഓക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു സ്ഥലം നമ്മൾ കണ്ടില്ല, നല്ലൊരു ലാൻഡ്സ്കേപ്പായിട്ട് മുന്നിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാഡി വ്യൂ ആയതുകൊണ്ട് നമുക്ക് യാതൊരു വിധം ഇവിടെ എന്ത് ഹട്ടോ റിസോർട്ടോ എന്ത് വന്നാലും മുന്നിൽ 100% പ്രൈവസിയും കിട്ടും. മുന്നിൽ യാതൊരു വിധം ഈ കാണുന്ന ഭാഗത്തുനിന്ന് ഒരു നിർമ്മാണമോ കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ധാരാളം റിസോർട്ടുകൾ ഇതിൻ്റെ പരിസരത്തുണ്ട്. ഏകദേശം 7ഓളം റിസോർട്ടുകൾ ഇതിൻ്റെ ഒരു 2 കിലോമീറ്റർ പരിധിയിൽ തന്നെ ഉണ്ട്. നമുക്ക് വഴി, വെള്ളം, കറണ്ട് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒക്കെ ക്ലിയറാണ്. നമുക്ക് പേപ്പറുകളൊക്കെ പെർഫെക്റ്റാണ്, 100% ആണ്, യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അങ്ങനത്തെ എല്ലാ നിർമ്മാണത്തിനും അനുയോജ്യമാണ്. താഴെ വലിയൊരു പഞ്ചായത്ത് കിണറുണ്ട്. നമുക്ക് അതിൽ നിന്ന് വെള്ളം ഇതിലേക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ തന്നെ താഴെ പിന്നെ തൊട്ടടുത്ത് വയലൊക്കെ ആയതുകൊണ്ട് കിണറോ ഇനി നമുക്ക് കുളമോ എന്ത് കുഴിച്ചാലും കുളമൊക്കെ കുഴിച്ചാൽ ഇഷ്ടം പോലെ വിശാലമായിട്ടുള്ള സൗകര്യങ്ങളുള്ളതുകൊണ്ട് നല്ല തൊട്ടപ്പുറത്ത് തന്നെ വിശാലമായ വലിയൊരു കുളമുണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പിൽ തന്നെ. അപ്പോൾ അതിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സൂപ്പർ പെർഫെക്റ്റ് എല്ലാം ഒത്തിണങ്ങിയൊരു സ്ഥലം എന്ന് തന്നെ പറയാം. ഒരു മൾട്ടി പർപ്പസ് മൾട്ടി യൂസ് ലാൻഡ് എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ആ വഴി നല്ല വിശാലമായൊരു 15 അടി വഴിയാണ്. നമ്മളെ പ്ലോട്ട് വരെ വഴി എത്തും. എല്ലാ കാറ് വരെ നമുക്ക് നമ്മളെ പ്ലോട്ടിലേക്ക് ഈസി ആയിട്ട് ഇവിടെ നമ്മളെ കാറ് നിൽക്കുന്നതാണ്. നമ്മളെ പ്ലോട്ട് ഇവിടെ തന്നെയാണ്. നമ്മൾ റൈറ്റിലേക്ക് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് അങ്ങോട്ട് കയറിയാൽ ഇഷ്ടംപോലെ പാർക്കിംഗ് സൗകര്യം ഈ റോഡിൽ നിന്നാണ്. ഈ ടാർ റോഡാണ് ഇവിടം വരെ വന്ന് നിൽക്കുന്നത്. ഈ കാണുന്ന വലതുവശത്ത് കാണുന്ന നല്ല അടിപൊളി നല്ല വൈബുള്ള നാച്ചുറൽ വൈബുള്ള ഭൂമിയാണ്. താഴോട്ട് നമ്മൾ കണ്ടില്ല നല്ലൊരു ഭംഗിയുള്ള കാഴ്ചകളാണ്. ഇങ്ങനെ സ്റ്റേഡിയം മോഡലായതുകൊണ്ട് ഗാലറി മോഡൽ ലാൻഡ്സ്കേപ്പ് ആയതുകൊണ്ട് നമുക്ക് നല്ല വിശാലമായ നല്ല കാഴ്ചകൾ, നല്ല തുറന്ന് കിടക്കുന്ന കാഴ്ചകൾ കിട്ടും. അപ്പോൾ എല്ലാ പേപ്പറും ഓക്കെയാണ്. അപ്പം ഈ സ്ഥലമാണ്. അപ്പം ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില ഈ 2 ഏക്കർ ഈ മാസ്മരിക കാഴ്ചകളുള്ള നല്ല വയലിൻ്റെ കാഴ്ചകളുള്ള ഈ ഭൂമിക്ക് ആവശ്യപ്പെടുന്ന വില സെൻറ്റിന് വെറും 37,000 രൂപയാണ്. വില നെഗോഷ്യബിളാണ്, വിലയൊക്കെ കുറയും. അതായത് ഒരു ഏക്കർക്ക് 37 ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത്. വിലയൊക്കെ നമുക്ക് കുറച്ചും കൂടെയൊക്കെ താഴോട്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ സ്ലൈറ്റ്ലി നെഗോഷ്യബിളൊക്കെയാണ്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ ധാരാളം തെങ്ങ്, കവുങ്ങ്, വാഴ, കുരുമുളക്, കാപ്പി അങ്ങനെയൊക്കെ ഉള്ള സംഭവമാണ്. താഴെ ഭാഗത്തെ കുറച്ച് വാഴയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പോൾ വാഴക്കൃഷി കഴിഞ്ഞ് കിടക്കുന്ന ഒരു സ്റ്റേജാണ് ഇപ്പോൾ കാണുന്നത്. കുറച്ച് അവിടെ ഇവിടെ കുറച്ച് വാഴക്കുലകൾ കാണാം, വെട്ടിക്കഴിഞ്ഞതിൻ്റെ ബാക്കി. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഹൈലൈറ്റ്, ഇതിൻ്റെ മാസ്റ്റർ പീസ്. ഈ ഒരു കാഴ്ച ഇപ്പം നമ്മൾ ആ നെല്ലൊക്കെ കൊയ്തിട്ട് ആ ഉണങ്ങിയ കാഴ്ചകളായതുകൊണ്ട് അതൊരു നമുക്ക് ആ ഒരു ടോപ്പ് ഇതിൻ്റെ മെയിൻ ആ ഒരു സുപ്രീം കാഴ്ച എന്ന് പറഞ്ഞാൽ ആ നെല്ല് ഫുൾ നട്ട സമയത്തുള്ള ആ പച്ചപ്പിൻ്റെ കാഴ്ച വേറൊരു വൈബാണ്. അപ്പം അങ്ങനെ എല്ലാം കൊണ്ട് ഒത്തിണങ്ങിയ ഒരു സൂപ്പർ, യാതൊരുവിധ വന്യമൃഗ ശല്യങ്ങളോ ഒരു പ്രശ്നങ്ങളും ഇല്ല, പെർഫെക്റ്റാണ്. മറ്റ് ബഫർ സോൺ ഇഷ്യൂസോ ഒന്നുമില്ലാത്ത ഭൂമിയാണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ വിളിക്കുക. എൻ്റെ ചാനൽ
ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 2 യൂട്യൂബ് ചാനലുകളുണ്ട്, ദേവരാജ് വയനാടും ഉണ്ട്, ദേവരാജ് അമ്പലയിലും ഉണ്ട്. യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ 94 95 36 57 30. വിളിക്കുക. വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഇട്ട് വെക്കുക. എന്തായാലും റിപ്ലൈ തരും. അപ്പോൾ അടിപൊളി ഭൂമിയാണ്, ഇത് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. നല്ല സൂപ്പർ നാച്ചുറൽ ലാൻഡ്സ്കേപ്പാണ്, അടിപൊളി വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.